ഹായ്, നമസ്കാരം. ഇത് വലിയൊരു കണ്ടന്റ് ആണോ അല്ലയോ എന്ന് എനിക്ക് അറിയില്ല. തോന്നി, അതുകൊണ്ട് സംസാരിക്കുന്നതാണ്. ഒരു പെർട്ടിക്കുലർ പോസ്റ്റ് കണ്ടു. ആ പെർട്ടിക്കുലർ പോസ്റ്റ് കണ്ടപ്പോഴേ സീരിയസ്ലി മാൻ, നമ്മുടെ സമൂഹത്തിൽ ചില ആളുകളുണ്ട്. ആ ചില ആളുകൾ ചില കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന ചില രീതികൾ നല്ല തൊലിഞ്ഞ വളിഞ്ഞ അഴിഞ്ഞ രീതികളാണ്. അപ്പൊ അതിനെക്കുറിച്ച് കുറച്ച് കാര്യമായിട്ട് കുത്തിരുന്ന് സംസാരിച്ചാൽ കൊള്ളാമെന്ന് തോന്നി. ഉദാഹരണ സഹിതം ചില കാര്യങ്ങൾ പറയാം. അങ്ങനെയാകുമ്പോ കാണുന്ന നിങ്ങൾക്കും ചിലതെങ്കിലും റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും ആദ്യം ആ പർട്ടിക്കുലർ പോസ്റ്റ് ഞാനൊന്ന് വായിക്കട്ടെ. അത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി എന്ന് നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ പറയൂ. കൂടെ അഭിനയിച്ച ഒരു സഹപ്രവർത്തകൻ മരിച്ചാൽ പോലും തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത എന്ത് തിരക്കാണ് ഇയാൾക്കുള്ളത്. വന്ന വഴി ഒരിക്കലും മറക്കരുത് ജയറാം. വന്ന വഴി ഒരിക്കലും മറക്കരുത് ജയറാമേ എന്നാണ് ഈ പോസ്റ്റ് ഇട്ട ചങ്ങാതി ജയറാമിനോട് പറയുന്നത്. ഉപദേശിക്കുകയാണ്, ജയറാമിനെ ഉപദേശിക്കുന്നു. ജയറാമിനോട് പറയണം മൂപ്പര് ഭയങ്കര ദേഷ്യത്തിൽ, ഭയങ്കര സങ്കടത്തിലാണെന്ന് തോന്നുന്നു മൂപ്പര് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്. ഇതില് ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, ആരെയും വിട്ടിട്ടില്ല. ജയറാമുണ്ട്, ഭാര്യയുണ്ട്, പിന്നെ മക്കളൊക്കെ ഉണ്ട്. ആ പോസ്റ്റിൽ ഒരു ക്യാപ്ഷൻ മൂപ്പര് ഇട്ടിട്ടുണ്ട്, ഇങ്ങനൊരു തറ കുടുംബത്തെ ഞാൻ കണ്ടിട്ടില്ല എന്ന്. ഇങ്ങനൊരു പോസ്റ്റ് ഇട്ട നിങ്ങളല്ലടോ തറ, നിങ്ങളല്ലേ ഊളൻ, നിങ്ങളല്ലേ ഒരു തിണ്ടി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തുളുപ്പുണ്ട് ഇങ്ങനൊരു പോസ്റ്റ് കൊണ്ടുവന്നിട്ട് ഇടാൻ? ആ പോസ്റ്റിന് എന്തായാലും 3.8K ലൈക്ക്, 1.1K കമന്റ്, 127 ഷെയർ. ഈ പോസ്റ്റ് ഇട്ടവന്റെ ഉദ്ദേശം എന്തായാലും നടന്നു. മണി 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 പോസ്റ്റ് എൻഗേജ്മെന്റ്. ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ തൊലിഞ്ഞ പോസ്റ്റ് ഇടുന്നവന്മാർക്ക് ഇവരിങ്ങനൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ കമന്റ് ബോക്സിൽ അവർക്ക് തെറി കിട്ടിയാലും കുഴപ്പമില്ല. അതായത് കമന്റ് ബോക്സ് അനുകൂലമായാലും ശരി പ്രതികൂലമായാലും ശരി, തെറി അവർക്ക് ഓക്കെയാണ്, നോ ഇഷ്യൂസ്. അവർക്ക് അവിടെ കമന്റുകളും ലൈക്കും വന്നങ്ങ് നിറഞ്ഞാൽ മതി. അതിലൂടെ മണി കിട്ടുമല്ലോ, മണി 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 മണി. കുറച്ച് അന്തസ്സുള്ള പണിയെടുത്ത് ജീവിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. കണ്ടന്റ് ഉണ്ടായിക്കോ, നമ്മളും കണ്ടന്റ് ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. പക്ഷെ അത് ഉണ്ടാക്കുമ്പോൾ മാന്യമായി ന്യായമായിട്ട് ഉണ്ടാക്കണം. അതല്ലാതെ ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യല്ല ആക്ച്വലി ചെയ്യേണ്ടത്. പിന്നെ ഇനി ഇതിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ജയറാം എന്തുകൊണ്ട് വന്നില്ല എന്നുള്ള ചോദ്യം. അയാൾക്ക് അയാളുടേതായിട്ടുള്ള ചിലപ്പോ വല്ല തിരക്കുകൾ ഉണ്ടാവും. എന്തും ആയിക്കോട്ടെ, ചിലപ്പോൾ തിരക്കുകളായിരിക്കാം, അല്ലെങ്കിൽ അയാളുടേതായിട്ടുള്ള ചില റീസൺസ് വേറെ വല്ലതും ഉണ്ടാവുകയായിരിക്കാം. അതല്ലെങ്കിൽ എന്താണ് ഇങ്ങനെയുള്ള ഒക്കേഷൻസിൽ അധികം പോകുന്ന ഒരാളായിരിക്കില്ല. അപ്പോ നമ്മളതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ എന്താണ് പ്രവർത്തകനായതുകൊണ്ട് എന്തുകൊണ്ട് വന്നില്ല, വരാത്തത് വളരെ മോശമായി, വളരെ തെണ്ടിത്തരായി പോയി, വന്ന വഴി മറന്നു എന്നുള്ള രീതിയിലൊക്കെ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് അത്ര ശരിയായിട്ടുള്ള പ്രവണതയൊന്നും അല്ല. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഒരു പ്രൈവസിയും അല്ലെങ്കിൽ അവരവരുടേതായിട്ടുള്ള റൈറ്റ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിനനുസരിച്ചിട്ടാണ് അവർ പോകുന്നത്. ആരും ഉപദ്രവിക്കുകയും അല്ലെങ്കിൽ എന്താണ് ആർക്കും എന്തെങ്കിലും ദ്രോഹം ഉണ്ടാവുന്ന രീതിയിലുള്ള പ്രവൃത്തിയൊന്നും അല്ലല്ലോ ചെയ്തത്. അയാൾക്ക് എന്തെങ്കിലും കാര്യമുള്ളതുകൊണ്ട് അയാൾ വന്നില്ല, ദാറ്റ്സ് ഇറ്റ്. ഇപ്പൊ എന്റെ കാര്യം ഞാൻ പറയാം. ഞാൻ മരണ വീടുകളിൽ പോകുന്ന ഒരാൾ തന്നെയാണ്, തീരെ പോവാതിരിക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷെ എനിക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് മാനസികമായിട്ട്. കാരണം ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ എനിക്ക് പോകുമ്പോൾ ഒരു പ്രയാസമൊക്കെ മാനസികമായിട്ട് തോന്നും. എനിക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് ഞാൻ ഡെസ്പായി പോകും. തിരിച്ച് വീടെത്തി കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ഡെസ്പായി പോകും. അപ്പം എനിക്ക് അങ്ങനെ ചില റീസൺസ് ഉണ്ട്. ഞാൻ അങ്ങനെ അധികം പോവലില്ല, എന്നാലും പോവും. ബട്ട് പോവാൻ തോന്നാത്തതിന്റെ റീസൺ ഇതാണ്. എനിക്ക് മാനസികമായിട്ട് പിന്നെ 2-3 ദിവസത്തേക്ക് ഒരു ഡേ എന്റെ പോകുന്നൊരു അവസ്ഥയാണ്. ഞാൻ ഇരുന്ന് പോകും ഭയങ്കരമായിട്ട്. അപ്പൊ അതെന്റെ റീസൺ. അപ്പൊ അതുപോലെ എല്ലാവർക്കും ഓരോ റീസൺസ് ഉണ്ടാവും. ഇനിയിപ്പോ ഇതല്ല റീസൺ, എന്തോ ആയിക്കോട്ടെ, റീസൺ മൈറ്റ് ബി ദേർ. അപ്പൊ ഇത് ഒരാള് വന്നില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് അയാളെ കുറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ ചീത്ത പറയുക, അല്ലെങ്കിൽ നന്ദി കാണിച്ചില്ല, അല്ലെങ്കിൽ വന്ന വഴി മറന്നു എന്നൊക്കെ പറയുന്നത് അതൊരു ജഡ്ജ്മെന്റൽ ആവുന്ന ഒരു അപ്രോച്ചാണ്. എത്ര എളുപ്പമായിട്ടാ അല്ലെ, എന്ത് സിമ്പിൾ ആയിട്ടാണ് പുള്ളി ജയറാമിനെ ജഡ്ജ് ചെയ്തിട്ട് അങ്ങോട്ട് പോസ്റ്റ് ഇട്ടത്. വെറുതെ ഒരു പോസ്റ്റ് ആണെങ്കിൽ ഞാൻ അങ്ങ് വിട്ട് എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് വിട്ടേനെ. ബട്ട് ആ ഫാമിലി പിക്കും വെച്ചിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനൊരു തറ ഫാമിലിനെ കണ്ടിട്ടില്ല എന്നും പറഞ്ഞിട്ടൊരു സാധനം, അത് എന്നെ ചൊടിപ്പിച്ചു. കാരണം അത് ശരിയായിട്ടുള്ള പരിപാടിയൊന്നുമല്ല. ജഡ്ജ് ചെയ്തത് തെറ്റ്, അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെയുള്ള വാക്കുകളും കൂടി ഉപയോഗിച്ചിട്ട് അവിടെ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് എന്തറിഞ്ഞിട്ടാ? ഈ പോസ്റ്റ് ഇട്ടവരെന്തായാലും ജയറാമിനെ വ്യക്തിപരമായിട്ട് അറിയുന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അറിയാത്ത ഒരാളായിരിക്കും അല്ലെ, വ്യക്തിപരമായിട്ട് അറിയത്തില്ല എന്താണ് അയാളുടെ വിഷയം, എന്തുകൊണ്ട് വന്നില്ല. ഈ പോസ്റ്റ് ഇട്ടവർ അറിയാൻ സാധ്യതയില്ല. ഇത് വെറുതെ കണ്ടന്റിനും പൈസയ്ക്കും വേണ്ടിയിട്ട്, റീച്ചിന് വേണ്ടിയിട്ട് കാണിക്കുന്ന ഓരോ കാണിച്ചുകൂട്ടലുകളൊക്കെയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു പോസ്റ്റ് കണ്ടപ്പോ ജയറാമിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് എടുത്തിട്ട് അയാളുടെ ലേറ്റസ്റ്റ് പോസ്റ്റിന്റെ കമന്റ് ബോക്സ് ഒന്ന് നോക്കി. അവിടെ നോക്കിയപ്പോ അവിടെയും കുറെ ആൾക്കാർ അയാളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കമന്റ് ഇട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അയാളുടെ ഇത് ചോദിക്കാൻ പോയിരിക്കുന്നു എന്തുകൊണ്ട് നിങ്ങൾ പോയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്.
അല്ല, അങ്ങനെ ഒരു ചിന്ത വരുന്നത് തെറ്റാണെന്നല്ലേ ഞാൻ പറയുന്നത്. എന്തുകൊണ്ടാണ് അയാൾ വന്നില്ല എന്ന ചിന്ത നമുക്ക് വരാം, നോ ഇഷ്യൂസ്. പക്ഷേ നമ്മള് എന്താണ് കാരണം എന്നുള്ളത് അറിയാതെ നമ്മൾ കുറ്റപ്പെടുത്തിക്കൊണ്ട് പോസ്റ്റുകൾ ഇടുക, സംസാരിക്കുക, കമന്റുകൾ ഇടുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതൊന്ന് മനസ്സിലായ, അതൊന്നേ. പിന്നെ വേറൊരു ഐറ്റം, ദുർഗാകൃഷ്ണയുടെ ഒരു ക്ലിപ്പ് ഞാൻ കണ്ടായിരുന്നു. അവര് ശ്രീനിവാസൻ സാറിന്റെ അവിടെ പോയിട്ട് അവര് ചെറുതായിട്ട് ചിരിക്കുന്ന ഒരു സാധനം വെളിയിൽ വന്നു. എടോ, ഒന്നാമത്തെ ഒരു കാര്യം, അവര് പൊട്ടിച്ചിരിക്കുകയോ അല്ലെങ്കിൽ അവിടെ ആരെയും ഇൻസൾട്ട് ചെയ്തുകൊണ്ട് ചിരിക്കുകയോ അങ്ങനെയൊന്നുമല്ല. അവരവിടെ എന്താണ് റെസ്പെക്ട് ഉള്ളത് കൊണ്ട് തന്നെയല്ലേ അങ്ങോട്ട് വന്നത്. അവിടെ വന്നു, പരിചയമുള്ള ആരെ കണ്ടപ്പോ അവര് ചിരിച്ചുപോയി. ആ ചിരിച്ചതിനെ അവരെ ആൾക്കാർ എടുത്തിട്ട് ഭയങ്കരമായിട്ട് എന്താണ് ഒരുമാതിരി പല പോസ്റ്റുകളിലും അല്ലെങ്കിൽ ചില ക്യാപ്ഷൻസ് അല്ലെങ്കിൽ ചില കമന്റ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരുമാതിരി ആയിപ്പോവും. ലൈക്ക് എടോ, എന്തിനാണ് ഇമോഷൻസ് എന്ന് പറയുമ്പോൾ അവരവിടെ പോയിട്ട് ഭയങ്കരമായിട്ട് എന്താണ് ചിരിച്ചു കളിച്ച് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇവരെന്ത് മണ്ടത്തര കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. പക്ഷെ അങ്ങനെയൊന്നും അവരവിടെ പ്രവർത്തിച്ചിട്ടില്ല. അവരവിടെ വന്നു, ശ്രീനിവാസൻ സാറിനെ കണ്ടു, അവിടെ കുറച്ചു നേരം നിന്നു, അവിടെ ആരെ കണ്ടപ്പോ ഒന്ന് ചിരിച്ചുപോയി. ആ ചിരിച്ചതിനെ ആൾക്കാർ, ഈ പറയുന്ന ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ വലിയ നന്മവരങ്ങളാണോ, അല്ലെങ്കിൽ ഇവരൊക്കെ എന്തോ ഭയങ്കര ഒന്നും എവിടെയും കാണിച്ചു കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. അനാവശ്യമായിട്ട് കാണിച്ചു, നമുക്ക് റെസ്പെക്ട് ഉണ്ടാവണം, നമ്മൾ റെസ്പെക്ട് കീപ്പ് ചെയ്യണം, നമ്മൾ എല്ലാം വേണം. പക്ഷെ ഒരാൾ അവിടെ അറിയാണ്ടെന്ന് ചിരിച്ചു പോകുമ്പോഴേക്കും അലിൻ ജോസ് പെരേര വന്ന് കാണിച്ചതിനെ ഞാൻ പറഞ്ഞു. അലിൻ ജോസ് പെരേര വന്നിട്ട് ശ്രീനിവാസൻ സാറിന് നോക്കിയിട്ട് ചിരിച്ചിട്ട് ടാറ്റ കാണിക്കണം, ബോഡി നോക്കിയിട്ട് അവന്റെ കവാല കുറ്റി നോക്കി പൊട്ടിക്കുകയാണ് വേണ്ടത്. അപ്പൊ അവനൊക്കെ ചെയ്യുന്നതാണ് തോന്നിയാസം. അവനെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ എടുത്ത് ഏറെ കയറ്റിയിട്ട് 4 അടിച്ച് ഈ പരിസരത്തേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ ആക്കി വിടേണ്ടത്. ദുർഗയുടെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചില ക്യാപ്ഷൻസിൽ ചൊറിഞ്ഞ ക്യാപ്ഷൻസ് ഞാൻ പറയാം. ഇവര് ചിരിച്ച ഒരു പോർഷൻ റീലില് വന്നു, അതിന്റെ ക്യാപ്ഷൻ എന്താണ്, സങ്കടം താങ്ങാനാവാതെ ദുർഗാകൃഷ്ണ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാ വന്ന്. അപ്പൊ കമന്റ് ബോക്സിൽ കുറെ പൊട്ടന്മാര് ഇത് എന്താണ് ക്യാപ്ഷൻ ഇട്ടവന്റെ എന്താണ് ഒരുമാതിരി പരിപാടിയാണെന്നുള്ളത് മനസ്സിലാക്കാണ്ട് ഇവിടെ എന്താ ചിരിക്കണത്, എന്ത് കോപ്പാണെന്നും പറഞ്ഞുകൊണ്ട് തെറി വിളിക്കാൻ വേറെ കുറെ എണ്ണം. എടാ മണ്ടന്മാരെ, ഇത് ഈ ക്യാപ്ഷൻ ഇട്ട് ഇറക്കണവന്മാർക്ക് വേണ്ടതും അതാണ്. ആ ക്യാപ്ഷൻ ഇടണവനും തെറി വെക്കണം, അതില് ആ വീഡിയോയിൽ ആരാണ് ഇരിക്കണമെന്ന് വെച്ചാൽ അവർക്കും തെറി വിളിക്കണം, അവന് റീച്ച് കിട്ടണം എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശം എന്നുള്ളത് ഈ മണകുണാഞ്ചന്മാരായ കമന്റ് ഇടുന്ന പൊട്ടന്മാർക്ക് മനസ്സിലാവുന്നില്ല. അവിടെ കൊണ്ടിട്ട് എഴുന്നള്ളിച്ച് കൊടുക്കും. അപ്പൊ അത് വേറൊന്ന്. ചിരിച്ചു പോയത് വലിയ അപരാധായി, അറിയാതെ ഒന്ന് ചിരിച്ചു പോയതാട്ടോ. അതാണ്, പൊട്ടി വെച്ച് ചിരിച്ചിട്ടൊന്നുമില്ല, അവര് ഡിസ്റെസ്പെക്ട് ഒന്നും അവിടെ വന്ന് കാണിച്ചിട്ടില്ല. ഇനി അടുത്തത് എന്താണ്, മുമ്പത്തെ ഒരു വിഷയം ഞാൻ പറയാം. രഞ്ജിനി ഹരിദാസാണ്. അത് ആര് മരിച്ചപ്പോഴാന്നുള്ളത് എനിക്ക് അറിയില്ല. രഞ്ജിനി ഹരിദാസ് കൂളിംഗ് ക്ലാസ് ഇട്ട് വന്നു. കൂളിംഗ് ക്ലാസ് ഇട്ട് വന്ന സമയത്ത് ചോദ്യം ചെയ്യാൻ തുടങ്ങി. കൂളിംഗ് ക്ലാസ് ഒക്കെ ഇട്ടിട്ട് ഇവരെന്താണ് സിനിമയ്ക്ക് പോവുകയാണോ അല്ലെങ്കിൽ വല്ല കല്യാണത്തിന് വരുന്ന പോലെയാണോ വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരേ ചീത്ത വിളി കമന്റ് ബോക്സിൽ. എവിടോ കണ്ണാട, അത് പഴയ ആൾക്കാരുടെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. ഈ കൂളിംഗ് ക്ലാസ് ഇടുക അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഇടുക എന്ന് പറയുന്നത് ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് ഇടുന്ന. നോ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഐസിന് ഒരു കൂളിംഗ് കിട്ടാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഒരു കംഫർട്ടിന് വേണ്ടിയിട്ടും ഒക്കെ ചില ആൾക്കാർ ഗ്ലാസ് വെക്കാറുണ്ട്, മനസ്സിലായ. അത് സ്റ്റൈലിഷ് ഗ്ലാസ് മാത്രമല്ല. ഇപ്പൊ ചിലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിലത്തിറങ്ങുന്ന സമയത്ത് അത് ബ്ലാക്ക് ആവും, വീട്ടിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലെയിൻ ആവുന്ന ഗ്ലാസ് ഒക്കെ ആയിരിക്കും. അപ്പൊ ഇത് കണ്ടിട്ട് ഇവര് ഗ്ലാസ് ഒക്കെ ഇട്ട് വന്നെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് അവര് ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ആക്ച്വലി ഉണ്ടായിരുന്നു. എന്ത് കാര്യത്തിന്? ഇതൊക്കെ അനാവശ്യമായിട്ട്. സി, നമ്മളിപ്പോ അവിടെ മരിച്ച ആളോടുള്ള റെസ്പെക്ട് കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ റെസ്പെക്ട് കാണിക്കുക, നമ്മൾ മനസ്സിൽ അത് വെക്കുക. അല്ലാതെ ബാക്കിയുള്ള ആൾക്കാരെ ഈച്ച് ആൻഡ് എവരിത്തിങ് പോയിന്റ് ഔട്ട് ചെയ്ത് അവർ കണ്ടിട്ട് വന്നു, ഒരു കരഞ്ഞോ, എന്തുകൊണ്ട് കരഞ്ഞില്ല, എന്താണ് ഇവർ ഇത്ര കരയുന്നത്, അല്ലെങ്കിൽ എന്താണ് അത് ഒരു ചിരിക്കുന്നുണ്ടോ, ഇതൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ഓരോന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് ഇതിനെ നേരം കാണുള്ളൂ. ഇതെന്താ പറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പൊട്ടന്മാര് മണ്ടശിരോമണികൾ ക്യാമറയും നോക്കി പിടിച്ചോണ്ട് അതിന്റെ അകത്തേക്ക് കയറും. ഓരോരുത്തന്മാര് വരണം, ആരൊക്കെ വന്നു, ആരൊക്കെ കരഞ്ഞു, എത്ര തുള്ളി പോയി എന്നൊക്കെ നോക്കാൻ വേണ്ടി കുറെ ആൾക്കാർ അവിടെ വന്ന് ഇങ്ങനെ നിൽക്കും. അപ്പൊ ഇതിങ്ങനെ എല്ലാം ക്യാപ്ചർ ചെയ്യും, എല്ലാ ഇമോഷൻസും ക്യാപ്ചർ ചെയ്യും ഒരു മരണം വിട്ട് പോയിട്ട്. അപ്പൊ അവിടെ അറിയാതെ ഒന്ന് ആരെങ്കിലും ചിരിച്ചു പോയി കഴിഞ്ഞാലോ ആരെങ്കിലും കൂളിംഗ് ഗ്ലാസ് ഇട്ട് നിൽക്കണ കണ്ടു കഴിഞ്ഞാലോ അവൻ എയറില്ല, പിന്നെ കമന്റ് ബോക്സിലെ മൊത്തം പിന്നെ ചീത്ത വിളിയായിരിക്കും. അപ്പൊ ഇത് ഒന്നാമത്തെ ഒരു കാര്യം, പ്രൈവസി ഇല്ല. ഒരു മരണ വീട്ടില് സെലിബ്രിറ്റീസിന്റെ കാര്യം പ്രത്യേകം പറഞ്ഞാൽ അവർക്കൊരു പ്രൈവസി ഇല്ല. കരയാൻ പോയിട്ടൊന്നും അവിടേക്ക് നടന്നു വരാനുള്ള പ്രൈവസി പോലും ആക്ച്വലി ഇല്ല.
എന്തെങ്കിലും ഒരു എല്ലാ സാധനങ്ങളും ക്യാപ്ചർ ചെയ്ത് പുറത്തേക്ക് വിട്ടിട്ട് ആൾക്കാരെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുമ്പോൾ ഈ പോസ്റ്റിൽ കണ്ട പോലത്തെ മണ്ട ശിരോമണികൾ വന്നിട്ട് ഇതുപോലെയുള്ള സാധനങ്ങൾ അങ്ങ് കൊണ്ടുവന്നിട്ട് ഇട്ടിട്ട് ഓരോരുത്തരെ കുറ്റവും പറഞ്ഞ് അപരാധവും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇരിക്കും. പിന്നെ വേറൊന്നുണ്ട്, ഇപ്പൊ സെലിബ്രിറ്റീസിന്റെ പരിപാടിയിൽ ഇതൊക്കെ വിട്, അത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. ചില ആൾക്കാർ, എല്ലാവരും ഒരു മരണ വീട്ടിൽ കരയില്ല. ചില ആൾക്കാർ കരയാൻ പോലും പറ്റാതെ ഒരു മൂലയ്ക്ക് മാറി ഇരിക്കുകയായിരിക്കും ചെയ്യുന്നുണ്ടാവുക, ഉണ്ടാതിരിക്കും, സ്തംഭിച്ചിരിക്കുന്നുണ്ടാവും. അത് അവരുടെ ഇമോഷനാണ്, അത് അവരുടെ മാനസികാവസ്ഥ അങ്ങനെയാണ്, ട്രോമയായി പോയിട്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരെ വരെ ജഡ്ജ് ചെയ്തിട്ടുണ്ട്. എന്റെ കൂട്ടുകാരന്റെ അമ്മ മരിച്ചിട്ട് ഞാൻ പോയി. എന്റെ കൂട്ടുകാരന്റെ അമ്മ മരിച്ചിട്ട് ഞാൻ പോയ സമയത്ത് അവൻ ആ ഡെസ്പായിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. കരയൊന്നുമില്ല, ഒന്നുമില്ല, അനങ്ങാതൊരു സൈഡില്, ബോഡിയുടെ അടുത്ത് പോലും അല്ല ഇരിക്കുന്നത്, മാറിയിട്ടാണ് അവൻ ഇരിക്കുന്നത്. അവനവിടെ വന്നവര് ചിലര് പറയുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാണ്, അവൻ നമ്മുടെ അടുത്ത് സ്നേഹമൊന്നുമില്ല പറയുന്നത്. അവൻ നമ്മുടെ അടുത്ത് സ്നേഹമൊന്നുമില്ല, അവൻ മരിക്കണ കണ്ടില്ലേ, കണ്ണീരും വരുന്നില്ല, ഒന്നുമില്ല, മിണ്ടാതെ അവൻ അവന്റെ അമ്മ അപ്പൊ മരിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു കൺസേൺ അല്ല, അവനൊരു വിഷമമില്ലാതെ അവിടെ ജോലിയായിട്ടിരിക്കും. ഇതാണ് അവനെ കുറിച്ച് പറഞ്ഞത്. അത് ആൾക്കാരുടെ ഒരു ചിന്താഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ കരച്ചിലാണ് ഓൺലി ഇമോഷൻ എന്നുള്ളതാണ് വിചാരം. കരച്ചിലാണ് ഓൺലി ഇമോഷൻ. അങ്ങനെയല്ല, അത് ഫസ്റ്റ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എല്ലാവരും വേണ്ടപ്പെട്ട ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ കരയുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് പൊട്ടിക്കരയുന്ന ആൾക്കാരുണ്ട്, എക്സ്ട്രീം ലെവലിൽ കരയുന്ന ആൾക്കാരുണ്ട്, എക്സ്ട്രീം ലെവലിൽ കരഞ്ഞ് എന്താ പറയാ ബോധം പോകുന്ന അവസ്ഥ വരെ ആക്ച്വലി ഉണ്ട്. അത് ഞാൻ എന്റെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഞാൻ പരമാവധി ഇത്തരത്തിലുള്ള ഒക്കേഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. കാരണം നമ്മൾ ഡിസ്റ്റർബ്ഡ് ആയി പോകും. അപ്പൊ അങ്ങനെ കരയുന്ന ആൾക്കാരും ഉണ്ട്. അതേപോലെ തന്നെ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത ആൾക്കാരുണ്ട്. ഇങ്ങനെ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു എന്നുള്ള സംഭവം അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാതെ ഒരു മൂലയ്ക്ക് ഒരു ഇമോഷനും ഇല്ലാതെ, ഐ മീൻ ശാരീരികമായിട്ട് നമുക്ക് കാണുമ്പോൾ ഒരു ഇമോഷൻ ഇല്ലാത്ത പോലെ തോന്നും, ബട്ട് അത് അവര് സ്തംഭിച്ചിട്ട് ട്രോമ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റാതിരിക്കണേ ഇരിക്കണേ. പക്ഷെ അതിനെ വരെ ആൾക്കാർ ജഡ്ജ് ചെയ്യും, സിമ്പിൾ ആയിട്ട് അങ്ങ് ജഡ്ജ് ചെയ്ത് കളയും, സ്നേഹമില്ലാത്തതുകൊണ്ട് കരയാത്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇതൊക്കെയാണ് ഇവിടെ സൊസൈറ്റിയുടെ ഒരു ഇതാണ്. മരണ വീട്ടിൽ പോയി കരഞ്ഞേ പറ്റൂ, മരണ വീട്ടിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ് ഇടാൻ വേണ്ടി പാടില്ല, മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അറിയാതെ പോലും ചിരിക്കാൻ വേണ്ടി പാടില്ല. അതാണ് ചിരിച്ചാൽ അത് വലിയ അപരാധമാണ്, അത് വലിയ അഹങ്കാരത്തിന്റെ വേറൊരു സംഭവം. എന്നാൽ കൃഷ്ണപ്രിയ എന്തോ ഭാവനപ്രിയ എന്താണ്, ഈ ഒരു പേര് പെട്ടെന്ന് എനിക്ക് കിട്ടുന്നില്ല, അവരെയും ജഡ്ജ് ചെയ്ത് വിട്ടു. ദുർഗകൃഷ്ണ വന്നിട്ട് ഇങ്ങനെ ബോഡിയിൽ നോക്കി നിൽക്കുന്ന സമയത്ത് മറ്റേ ഇവരെന്തോ ഇങ്ങനെ ദുർഗകൃഷ്ണൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ അത് കണ്ടിട്ട് അത് കുറെ റീലായിട്ടൊക്കെ വരുന്നുണ്ട്, അത് ട്രോളായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിലെ ആൾക്കാർ എന്താണ് വേറെ എന്തൊക്കെയായിട്ട് അവരെ കളിയാക്കിക്കൊണ്ടുള്ള രീതിയിലൊക്കെ കമന്റുകളും പരിപാടികളൊക്കെ കിട്ടുകൊണ്ട് വരുന്നുണ്ട്. ഇതെന്താ ആൾക്കാർക്ക് എന്താ വേറെ പണിയൊന്നുമില്ല? ഇത് എന്താണ് ഇത്ര ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഇത്ര ഉത്സാഹം? അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ അകത്ത് കുറ്റം കണ്ടുപിടിക്കാനായിട്ട് എന്താണ് ഇത്ര ആക്രാന്തം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന്. ഇതിന് മാത്രം ഒരു മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇതൊക്കെയാണ് അവസ്ഥ. ഇത് സെലിബ്രിറ്റീസിന്റെ വീട്ടിൽ മാത്രം ഹാപ്പൻ ചെയ്യുന്ന കാര്യമല്ല, ഇത് അവർ ക്യാമറയും തൂക്കി പിടിച്ചുകൊണ്ട് പോകുന്നത് കൊണ്ട് നമ്മൾ അറിയുന്നതാ. അല്ലാതെ തന്നെ നമ്മുടെയൊക്കെ വീടുകളിൽ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള വേണ്ടപ്പെട്ട ആൾക്കാരുടെ അല്ലെങ്കിൽ കൂട്ടുകാരുടെ ഒക്കെ വീടുകളിൽ ഒരു മരണ വീട്ടിൽ നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ഇമോഷൻസ് അവിടെ കാണാൻ വേണ്ടി പറ്റും. മനസ്സിലായില്ലേ? പിന്നെ ഇവിടെ ജയറാമിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. ജയറാം വന്നില്ല, അത്രയേ ഉള്ളൂ. അയാൾക്ക് അയാളുടേതായിട്ടുള്ള ഒരു തിരക്കോ അല്ലെങ്കിൽ വേറെ വല്ല ഇമോഷണലി ഉള്ള അയാൾക്ക് ഇഷ്യൂസോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല കാരണങ്ങളുണ്ടാവും. ആ കാരണം എന്താണെന്ന് നമ്മൾ അറിയേണ്ട കാര്യമൊന്നുമില്ല. അയാൾ വന്നില്ല, ദാറ്റ്സ് ഇറ്റ്. വരാതിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ തെറ്റായിട്ടൊക്കെ കണ്ട് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഉർവശി ചേച്ചി വന്നിട്ടില്ലല്ലോ, എല്ലാരും വന്നു, അവിടെ എല്ലാരും വന്നു. ചിലർക്ക് വരാൻ പറ്റില്ല, പല സ്കെഡ്യൂളുകളിൽ ഇരിക്കുകയായിരിക്കും, അതുകൊണ്ടായിരിക്കാം വരാൻ പറ്റാത്തത്. ഇപ്പൊ പാർത്ഥിവൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ വളരെ ദൂരെ നിന്ന് വന്നു, അത് വലിയ കാര്യം തന്നെയാണ്. പക്ഷെ പുള്ളി വന്നു എന്നുള്ളത് കൊണ്ട് വരാത്ത ആൾക്കാരെ അയാൾ വരെ വന്നു, ഇയാൾ എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളതൊന്നും ചോദിക്കണതിന് അർത്ഥമില്ലെന്നേ. അതുവരെ വരാൻ തോന്നി അങ്ങേർക്ക്. എന്താണ് അങ്ങനെ എങ്ങനെയൊക്കെ അവിടെ അയാൾ പറയണത് കേട്ടു, എന്താണ് വണ്ടി പിടിച്ചിട്ട് എന്താണ് ഓടിപ്പിടിച്ച് ഒക്കെ വന്നതാണെന്നുള്ള രീതിയിലൊക്കെ പറയുന്നത് കേട്ടു പുള്ളിക്കാരൻ. അത് പുള്ളി വന്നു, അത് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു, നല്ല കാര്യം. പക്ഷെ വരാത്ത ആളുകൾക്ക് അവരുടേതായിട്ടുള്ള സം റീസൺസ് മൈ ബി തരാം, അത് നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടതുണ്ട്. ഇത്രേ പറയുന്നുള്ളൂ. പിന്നെ വേറൊരു കാര്യം കൂടി പറയാൻ വിട്ടു, ഞാൻ ഇന്നലെ പറയാൻ വിട്ടതാ. സഖാവ് പിണറായി വിജയൻ സാറ് പുള്ളി അവിടെ കാണാൻ വേണ്ടി വന്നു. പുള്ളിക്ക് ഒരു പ്രശ്നവുമില്ല ധ്യാൻ ശ്രീനിവാസൻ എണീക്കാത്തതിൽ.
പുള്ളിക്ക് ഒരു കുഴപ്പമില്ല. പുള്ളി അവിടെ ആശ്വസിപ്പിച്ചിട്ട് പോവുകയാണ് ചെയ്തത്. ഇത് കണ്ടോ കുറെ മാക്കാച്ചി വിവരം കെട്ട തലയെ തീട്ടം മാത്രം തിരികെ വെച്ചിരിക്കുന്ന പൊട്ട ശിരോമണി, എടാ തലയെ തീട്ടാണ് തിരികെ വെച്ചിരിക്കണത്. ഏഹ് എന്തുകൊണ്ട് എണീച്ചില്ല, മുഖ്യമന്ത്രി വന്നപ്പോ ഒന്ന് തിരിച്ചു തൊടാമായിരുന്നു, ഒന്ന് എണീച്ചു നിൽക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വടലകൾ. എണീച്ചു നിൽക്കാൻ മനസ്സില്ല. അവിടെ മരിച്ചടക്കണത് പുള്ളിയുടെ അച്ഛനാ. എന്തായാലും അത് അത്രത്തോളം ഒന്നും വരുമൊന്നുമില്ല ഈ പറഞ്ഞ CM എന്ന് പറയുന്നത്. CM-നെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷെ എന്താണ്, പുള്ളിക്ക് പോലും ഇല്ലാത്ത കുഴപ്പം ഈ പറയുന്ന ആളുകൾക്കാണ്. ഇതൊക്കെയാണ്, മനസ്സിലായില്ല, ഇതൊക്കെ ആൾക്കാരുടെ പ്രശ്നങ്ങളാണിത്. എന്താ ഇത് ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ആൾക്കാരുടെ ഒരു ജഡ്ജ്മെന്റൽ അപ്രോച്ചസ്, അല്ലെങ്കിൽ ആൾക്കാരുടെ ഒരു ചിന്താഗതി ഭയങ്കരമാണ്. ചില സാഹചര്യത്തിൽ കാണുമ്പോൾ നമുക്കത് ഇറിറ്റേഷൻ തോന്നും. അതുകൊണ്ട് പറഞ്ഞതാണ്. ശരി.